ഓണം കഴിഞ്ഞ് ഒരാഴ്ച ആവുന്നല്ലേ. അപ്പം എല്ലാവരും വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരികയായിരിക്കില്ലേ. അപ്പം ഞങ്ങളും വിശ്രമിച്ചിട്ടൊക്കെ വന്നിരിക്കുന്നത്. അപ്പോഴാണ് ഞങ്ങളൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞങ്ങൾ ഓണത്തിന് ഒരു ചെറിയ ഷോപ്പിങ്ങിനൊക്കെ പോയി. അതിനുള്ളൊരു ചെറിയ ഷോർട്സൊക്കെയാണിത്. ചെറിയ പർച്ചേസിങ്, പായസം വെക്കാനൊക്കെ ഉള്ള സാധനങ്ങൾ, പിന്നെ കുറച്ച് വെജിറ്റബിൾ ഐറ്റംസ്, ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടി പോയി. കുട്ടിയുടെ ആദ്യത്തെ ഓണമായിരുന്നു കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ ചെറുതായിട്ട് വീട്ടിൽ തന്നെ കൂടാമെന്ന് കരുതി. അപ്പം തലേന്ന് തന്നെ കുറച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെക്കുന്ന പരിപാടിയായിരുന്നു എനിക്കും പപ്പയ്ക്കും അമ്മയ്ക്കും. പക്ഷേ അമ്മ ഇടയ്ക്ക് കുഞ്ഞാവേനെ നോക്കേണ്ട അവസ്ഥയായിരുന്നു. കുഞ്ഞാവ കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. പപ്പയായിരുന്നു ഈ കട്ടിയുള്ള മത്തങ്ങ ചെത്തി എനിക്ക് തന്നത്. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുമ്പോൾ ഒരു എളുപ്പമെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ കുക്ക് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ടൈം വെറുതെ വേസ്റ്റ് ആകും. ഇടയ്ക്ക് ആ കുട്ടി ഒന്ന് ഞങ്ങൾക്കൊരു ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞങ്ങളിങ്ങനെ അവിയലിനുള്ളത് അരിഞ്ഞ് വെച്ചു, സാമ്പാറിനുള്ളത് അരിഞ്ഞ് വെച്ചു, പിന്നെ തോരനൊക്കെ ഉള്ളതും കിച്ചടി പച്ചടിയൊക്കെ എല്ലാം ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി ഇങ്ങനെ ഫ്രിഡ്ജിലങ്ങ് വെച്ചു. അതായിരുന്നു ഞങ്ങൾ തിരുവോണത്തിന് തലേന്ന് ഞങ്ങളുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ ആ കുട്ടീനെ ഇടയ്ക്കിങ്ങനെ നമ്മുടെ ഹോൾവേയിൽ കൊണ്ട് കിടത്തിയിട്ട് ഞങ്ങളെ നോക്കി കിടക്കായിരുന്നു. പിന്നെ പിറ്റേ ദിവസം തിരുവോണമായി. തിരുവോണത്തിന് രാവിലെ തന്നെ കുക്കിംഗ് ആയിരുന്നു. അപ്പം അവിയൽ, സാമ്പാർ, കിച്ചടി പച്ചടി, അങ്ങനെ ഇവിടെ ന്യൂസിലാൻഡിൽ അവൈലബിൾ സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങളുടെ ഓണം ഇങ്ങനെ ചെറുതായിട്ട് അടിച്ചു പൊളിക്കാമെന്ന് കരുതി. അപ്പം ക്ലൈമറ്റ് അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് വളരെയധികം രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ പപ്പയാണ് ഇവിടെ പപ്പടം കച്ചിക്കൊണ്ടിരിക്കുന്നത്. പപ്പയ്ക്കൊരു ഹാപ്പി ഓണം വിഷ് കിട്ടിയതാണ് ലാക്മീൻ്റെ വഴി. പിന്നെ ഞങ്ങളുടെ ഒരു അക്കുട്ടിയുടെയും എൻ്റെയും ചിക്കുവിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് സെഷനായിരുന്നു. അക്കുട്ടീസിന് കിട്ടിയ ഒരു ഓണക്കോടിയാണ് കേട്ടോ. അത്യാവശ്യം നല്ലവണ്ണം ചേരുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറേ എൻ്റർടൈൻ ചെയ്ത് കുറച്ച് വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു ഇവിടെ. പിന്നെ ഞങ്ങൾ ഫാമിലി ആയിട്ടിരുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു. ആൾ ഭയങ്കര കൈകടിയായിരുന്നു, ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു ചില സമയങ്ങളിലൊക്കെ. പിന്നെ ആസ് യൂഷ്വൽ എൻ്റെ ചിക്കുവിൻ്റെ ഫോട്ടോ സെഷനാണ്. ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങളോട് പോസ് ചെയ്യാൻ പറഞ്ഞതാണ് ഈ കാണുന്നതൊക്കെ. അപ്പം ഞാൻ കുറച്ച് എക്സ്പ്രഷനുകളൊക്കെ ഇട്ട് കൊടുത്തു. എങ്ങനെയെങ്കിലും കുറച്ച് ഫോട്ടോഷൂട്ട് നടക്കട്ടെ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഓണൊക്കെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സദ്യ കഴിക്കേണ്ടത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുള്ള മൊമെൻറ്റ്സ് കളയണ്ടല്ലോ എന്ന് കരുതി കുറച്ച് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് ചുമ്മാ ചിരിച്ചങ്ങ് തള്ളുകയായിരുന്നു. അതിനൊക്കെ ഞാനിങ്ങനെ കുറച്ച് എൻ്റെതായ രീതിയിൽ എനിക്ക് കുറച്ച് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഈ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തു വയ്ക്കുന്നത്. പിന്നെ തിരുവോണമായാൽ നമുക്ക് എന്താണ് വേണ്ടത്? സദ്യ അല്ലേ. അപ്പോൾ സദ്യയുടെ ടൈമായി. സദ്യക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആസ് യൂഷ്വൽ പേപ്പർ വാഴയിലയാണ് ഇവിടെ. വാഴയിലക്കുള്ള അഭാവം കാരണം. പിന്നെ നമ്മുടെ ജിഷ്ണു, വിനീത ഒക്കെ നമ്മുടെ കമ്പനിക്കാരെല്ലാം കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ഓണം.